റാഫി കരീമാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത്. റാഫി നിൽക്കുന്നത് കൊച്ചി എളംകുളത്തെ ദുൽഖർ സൽമാന്റെ വസതിക്ക് മുന്നിലാണ്. റാഫി, അല്പം മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ദുൽഖറിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നല്ലോ. എന്താണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം? എന്തെങ്കിലും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? GK മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപാണ് ദുൽഖറിന്റെ ഇളംകുളത്തെ വീട്ടിലേക്ക് എത്തിയത്. 2 ഉദ്യോഗസ്ഥരാണ് എത്തിയിരിക്കുന്നത്. ഒരു മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ഉണ്ട്. ഇതിനൊപ്പം ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവരുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. അകത്തു കയറി തുടർന്നുള്ള പരിശോധനകൾ നടത്തിയതിന് ശേഷം അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരുത്താം എന്നുള്ളതാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മറ്റൊരു വിവരവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടില്ല. അല്പസമയം മുൻപ് ഈ ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഇവർ എത്തിയിട്ടുണ്ടാവുക. നേരത്തെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി ഈ വീടിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം 3 മണിക്കൂറോളമായി ഉദ്യോഗസ്ഥർ ഈ വീടിനകത്തുണ്ട്. അവർ അതിന്റെ പരിശോധനകൾ അവിടെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖറിൻ്റെതായി കരുതുന്ന പ്രധാനപ്പെട്ട ഒരു വാഹനം എന്നുള്ളത് നിസാന്റെ ഒരു പെട്രോൾ വാഹനമാണ്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് ദുൽഖറുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ദുൽഖർ ഈ വാഹനം വാങ്ങിയതും കർണാടക രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖറിന് മറ്റൊരു നിസാൻ പെട്രോൾ വാഹനമുള്ളത് കേരള രജിസ്ട്രേഷനിൽ KL 07DD0369. ഈ വാഹനമാണ് ദുൽഖറിൻ്റെതായി മറ്റൊന്നുള്ളത്. ദുൽഖറിൻ്റെ തന്നെ സിനിമകളിൽ ഈ വാഹനവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്. എന്തായാലും ഈ വാഹനങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കസ്റ്റംസിൻ്റെ പരിശോധന. ഈ ഭൂട്ടാൻ നേപ്പാൾ അതിർത്തികൾ വഴി ഈ വാഹനങ്ങൾ റോഡ് മാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഡീലർമാർ വഴി ഒപ്പം തന്നെ ഏജന്റുമാർ വഴി വാഹനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയിലെത്തിയതിനു ശേഷം ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ പഴയ വിൻറ്റേജ് വാഹനങ്ങൾ മോഹവിലയ്ക്ക് വാങ്ങുന്ന സിനിമാ താരങ്ങൾ, ബിസിനസ്സുകാർ അവരിലേക്ക് എത്തുന്നു. അവർ ഇത് മോഡിഫിക്കേഷൻ എല്ലാം വരുത്തി അവരുടേതായ രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതാണ് ഈ രീതി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ രാജ്യവ്യാപകമായി തന്നെ നടന്നിരുന്നു. ഈ അന്വേഷണങ്ങളിൽ ഈ ഡീലർമാരും ഒപ്പം തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ നികുതി നൽകാതെ കടത്തിക്കൊണ്ടുവരുന്ന ഏജന്റുമാരും പിടിയിലായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ഈ സിനിമാ താരങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തിയിരിക്കുന്നത്, കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. 50-ലധികം വാഹനങ്ങൾ ഈ നിലയിൽ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, ആ വാഹനങ്ങൾ നിലവിലുള്ള സ്ഥലങ്ങൾ ഈ നിലയിലുള്ള പരിശോധനയിലേക്ക് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. എന്തായാലും വാഹനങ്ങൾ സീസ് ചെയ്യുന്നതടക്കമുള്ള നടപടികളായിരിക്കും കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇറക്കുമതി തിരുവയെല്ലാം ലഭിക്കേണ്ടതാണ് ഇത്തരം വാഹനങ്ങൾ എത്തിക്കുമ്പോൾ. എന്നാൽ ഇത് വലിയ സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നേപ്പാൾ, ഭൂട്ടാനും പോലുള്ള അതിർത്തികൾ വഴി ഇന്ത്യയിലേക്ക് റോഡ് മാർഗം കണ്ടെയ്നറുകളുടെ അകത്ത് കയറ്റി വാഹനങ്ങൾ എത്തിക്കുന്നത്. ഈ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചതിന് ശേഷം കള്ളക്കടത്ത് വാഹനങ്ങൾ കൊണ്ടുവരുന്നു. അത് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം അത് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നു. വലിയ തുക, തുച്ഛമായ തുകയ്ക്ക് വാഹനങ്ങൾ വാങ്ങി കടത്തിക്കൊണ്ടുവന്ന് നികുതി വെട്ടിച്ച് നാട്ടിലേക്ക് കടത്തി വലിയ തുകയ്ക്ക് അത് മറച്ചു വിൽക്കുന്ന വലിയ ഒരു ബിസിനസ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അവരിലേക്ക് എത്തിപ്പെടുക എന്നതായിരിക്കണമല്ലോ കസ്റ്റംസിന്റെ ഈ അന്വേഷണത്തിനോട് ഉദ്ദേശിക്കുന്നത്. അതിൽ താരങ്ങൾ, ഇതിലെ ഉപഭോക്താക്കളായിട്ട് നിൽക്കുന്നവരിൽ താരങ്ങളുണ്ട്, വ്യവസായ പ്രമുഖരുണ്ട് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ചില യൂസ്ഡ് കാർ ഷോറൂംസിലേക്കും ഇത്തരം വാഹനങ്ങൾ എത്തുന്നുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് തൊണ്ടയാട് കസ്റ്റംസിന്റെ പരിശോധനകൾ നടക്കുന്നത്. റാഫി, നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.